കോഴിക്കോട് 9 വയസ്സുകാരിയെ കാറിടിച്ച് നിർത്താതെ പോയ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതി ഷജിലിനെ ഉടൻ വടകര പോലീസിന് കൈമാറും. കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. പുലർച്ചെ 3 മണിക്കുള്ള ഷാർജയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഷജിൽ എത്തിയത്. നിഖിൽ പ്രമേഷ് കോയമ്പത്തൂർ വിമാനത്താവളത്തിലുണ്ട്. നിഖിലേക്ക് പോകും. നിഖിൽ, എങ്ങനെയാണ് ആ പിടികൂടൽ സാധ്യമായത്? പോലീസിന്റെ കണ്ണുകൾ നിരന്തരം അയാൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നോ നിഖിൽ? തീർച്ചയായിട്ടും അശ്മി, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കേരളത്തിലെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയാൽ ഉറപ്പായും പിടിവീഴുമെന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് വിദേശത്തേക്ക് കടന്ന പ്രതി കോയമ്പത്തൂർ വന്നിറങ്ങി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാമെന്നുള്ളൊരു തീരുമാനമെടുത്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഷാർജയിൽ നിന്ന് പുലർച്ചെ 3 മണിക്ക് ഇപ്പോൾ ഞാനുള്ള കോയമ്പത്തൂർ വിമാനത്താവളത്തിലേക്ക് പ്രതി എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. ഇയാൾക്ക് വേണ്ടി നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. ഇയാൾ ഏതെങ്കിലും വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നുണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ വളരെ വ്യാപകമായി നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ പ്രതി ഇവിടെ എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഞാനുള്ള ഈ കോയമ്പത്തൂർ വിമാനത്താവളത്തിന്റെ എമിഗ്രേഷൻ സുരക്ഷാ വിഭാഗത്തിലാണ് പ്രതി ഉള്ളത്. ഈ വടകരയിൽ നിന്നുള്ള അന്വേഷണ സംഘം പാലക്കാട് പിന്നിട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ സംഘം ഏതാണ്ട് 1 മണിക്കൂറിൽ ഈ കോയമ്പത്തൂർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേരും. അതിനുശേഷം നേരിട്ട് അന്വേഷണ സംഘത്തിനാകും പ്രതിയെ കൈമാറുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആ സംഘത്തിന് മാത്രമേ ഈ പ്രതിയെ കൈമാറുകയുള്ളൂ. അയാളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 വർഷത്തോളമായി പോലീസ് ഈ പ്രതിക്ക് പിന്നാലെ തന്നെയായിരുന്നു. ആ കുഞ്ഞിപ്പോഴും പൂർണ്ണമായ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇടിച്ചിട്ട് നിർത്താതെ പോയതിന് പിന്നാലെ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ആഘാതത്തിൽ നിന്ന് ഇതുവരെ മുക്തമാകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായി പ്രതിക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് പോലീസിന്റെ കണ്ണുവെട്ടിച്ചുകൊണ്ട് പ്രതി വിദേശത്തേക്ക് കടന്നു കളയുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ച് പ്രതി പിടിയിലായിരിക്കുന്നു. അല്പസമയത്തിനകം അന്വേഷണ സംഘത്തിന്, വടകരയിൽ നിന്നുള്ള അന്വേഷണ സംഘത്തിന് പ്രതിയെ കൈമാറുമെന്നുള്ളതാണ് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എമിഗ്രേഷനിലെ സുരക്ഷാ വിഭാഗത്തിലാണ് പ്രതി ഉള്ളത്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തിയപ്പോൾ പ്രതി പിടിയിലായത്. ഹാഷ്മി. യെസ്, നിഖിൽ പ്രമേഷാണ് കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പ്രതി പിടിയിലായ എന്തായാലും ആ കേസ് അന്വേഷണത്തെ ഈ പറയുന്ന അപകട ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതിലടക്കം എന്തായാലും ആ വഴികൾ എളുപ്പമാവട്ടെ.